എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് യൂട്യൂബ് വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് എല്ലാവരും എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഞാനിപ്പോൾ ഒരു കമ്പനിയുടെ പ്രൊമോഷണൽ വീഡിയോസുകളാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമുക്ക് പരസ്പരം പണം കൊടുത്ത് ആരെയും സഹായിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രീതിയിലുള്ള ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ നമ്മുടെ ഒരു ഷോർട്ടായിട്ട് നമ്മുടെ ഒരു കമ്പനിയെ പറ്റി, ഞാൻ ചെയ്യുന്ന ബിസിനസ്സിനെ പറ്റി, അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളും അതുപോലെ നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങളും ഒക്കെയാണ് ഞാൻ വിശദമായിട്ട് പറയാൻ പോകുന്നത്. ഇവിടെ 27 വർഷത്തെ എക്സ്പീരിയൻസ്, അതും സോഫ്റ്റ്വെയർ രംഗത്ത് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സെഞ്ച്വറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി, ബ്രാൻഡ് നെയിം ഇൻഡിഗ്ര. ഈ ഒരു കമ്പനിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ തികച്ചും ഡിജിറ്റലായിട്ടുള്ള ഒരവസരം. അതിനെ ഒന്നുകൂടി വിശദമാവുകയാണെങ്കിൽ, ഡിജിറ്റൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായ പണം, ഒന്നുകൂടി പറയാം, നമുക്ക് ആവശ്യമുള്ളിടത്തോളം പണം നിങ്ങൾക്ക് ഇതിലൂടെ സമ്പാദിക്കാം. 100% ലീഗലായിട്ടും ജെന്യൂനായിട്ടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി. 27 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യം അല്ല. 36 വർഷത്തെ എക്സ്പീരിയൻസ് ഓൾറെഡി സോഫ്റ്റ്വെയർ രംഗത്ത് തെളിയിച്ച ഒരു മഹത് വ്യക്തിയുടെ നേരിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത് ഇന്ന് നമുക്ക് ലഭിച്ചത് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് എന്ന കൺസെപ്റ്റിലൂടെ മാർക്കറ്റ് ചെയ്യാനാണ്. MLM, നിങ്ങൾക്ക് MLM എന്ന് പറയുമ്പോൾ ഒരു എന്തോ ഒരു വല്ലായികയുണ്ട്. എന്നാൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്കിലൂടെ 100% ഒരു കൂട്ടായ്മയിലൂടെ, ഒരു സംഘടനയിലൂടെ നമുക്ക് വളരെയധികം ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരേ ഒരു സാധ്യത നെറ്റ്വർക്കാണ്. തികച്ചും ഡിജിറ്റലായി നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കോണ്ടാക്റ്റ്, സോഷ്യൽ മീഡിയാസ് കോണ്ടാക്റ്റ്, ഡയറക്റ്റ് കോണ്ടാക്റ്റ്, ഇതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു ഡയറക്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സംരംഭത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുക. മറ്റുള്ള അവസരങ്ങൾ നമുക്കറിയാം. ഡിജിറ്റൽ അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കലായിട്ട് ചുമന്നു കൊണ്ടുപോയി കൊടുക്കുക, ട്രാൻസ്പോർട്ടേഷൻ പ്രശ്നങ്ങൾ, എക്സ്പയറി ഡേറ്റ് പ്രശ്നങ്ങൾ, അങ്ങനെ പലതും ഉണ്ട് MLM കമ്പനികളിൽ. ഇവിടെ തികച്ചും ഡിജിറ്റലാണ്. നിങ്ങൾക്ക് യഥേഷ്ടം സ്വാതന്ത്ര്യത്തോടു കൂടി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ സാഹചര്യവും നമ്മുടെ കമ്പനി ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ കമ്പനി തന്നിരിക്കുന്ന പ്രൊഡക്റ്റ് സേവ് ആപ്പ് ആൻഡ് സേവ് കാർഡ്, ഇതൊരു പേഴ്സണൽ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷനാണ്. ഓരോ വ്യക്തികൾക്കും അവരവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളൊക്കെ കൃത്യമായിട്ട് മോണിറ്ററൈസിങ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ഇങ്ങനെ നമുക്ക് ഒരു തിരിച്ചറിവുണ്ടാക്കി തരുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ. തികച്ചും അക്കൗണ്ടിങ് ആണ്. നമുക്ക് ആവശ്യമായ, നമ്മുടെ കുടുംബത്തിന് ആവശ്യമായ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കി തരാൻ എല്ലാം ഒന്നിനൊന്ന് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള 16 ഫീച്ചേഴ്സ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ദിനചര്യ ആരംഭിക്കുന്നത് മുതൽ നമ്മൾ ചെലവഴിക്കുന്നതും നമ്മൾ വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ ഒരു അടുക്കും ചിട്ടയോടുകൂടി നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കൊടുത്തു പോകാൻ സാധിച്ചാൽ നിങ്ങളുടെ എല്ലാ തരത്തിലും ഒരു നിയന്ത്രണം അവിടെ കൊണ്ടുവരും.
അപ്പോൾ നിങ്ങളുടെ വരവ് ചെലവുകളിലൊക്കെ ഒന്ന് കൃത്യനിഷ്ഠയോടുകൂടി പോകുമ്പോൾ നിങ്ങൾക്കൊരു സേവിങ് മെൻറ്റാലിറ്റി അവിടെ ഉണ്ടാകും. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു മെയിൻ മോട്ടിവേഷൻ, എന്നാണ് മോട്ടീവ്. കറക്റ്റ് അതിൻ്റെ ഒരു ഇൻറ്റൻസീവ്, അതായത് നമുക്ക് ഇതിലാണ് ശ്രദ്ധ വേണ്ടത്. നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് ഒരു മണി മാനേജ്മെൻറ്റ് ആൻഡ് സാമ്പത്തിക അച്ചടക്കം, ഒരു അടുക്കും ചിട്ടയുമുള്ള ജീവിതം നമ്മളെ കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ്. ഇവിടെ ഒരു ബിസിനസ് ചെയ്യാനാണെങ്കിൽ 1 രൂപ പോലും മുതൽ മുടക്കാതെ വേൾഡ് വൈഡ് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊരു നെറ്റ്വർക്ക് ആണ്. ഇത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയാസിലൂടെ ഒരു ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ലോകം മുഴുവനും നിങ്ങൾക്ക് ഇത് എത്തിക്കാം. കാരണം ഇത് ഗ്ലോബലി ആണ്. നിങ്ങൾക്ക് ഏത് ഭാഷയാണോ വേണ്ടത്, 8ഓളം ഭാഷകൾ ഇവിടെ തിരഞ്ഞെടുക്കാം. 8 ഭാഷകളിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ 8 ഭാഷകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലോകം മുഴുവനും ഏകദേശം ഹിന്ദി, ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ലൈഫ് ടൈം ആയിട്ട് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഫ്രീ ആണ്. ഇതിൻ്റെ കോമ്പൻസേഷൻ പ്ലാനൊക്കെ ഹയസ്റ്റ് ആണ്. ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ജോലിയുടെ, നമ്മളൊരു മാർക്കറ്റിംഗ് ആണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്ന മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് യഥേഷ്ടം പണം ഇവിടെ സമ്പാദിക്കാൻ സാധിക്കും. അത് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിലൂടെ നമുക്ക് നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലെത്താൻ സഹായിക്കുമെന്ന് തന്നെ 100% നമുക്ക് ഉറപ്പോടുകൂടി വിശ്വസിച്ചുകൊണ്ട് നീങ്ങാം. കാരണം ഇതൊരു നെറ്റ്വർക്കാണ്, ഇതൊരു ഷെയറിംഗ് ആണ്, ഇതൊരു പ്ലേ സ്റ്റോറിൽ കിടക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എന്നാൽ മൾട്ടി ലെവൽ ഷെയറിങ്ങിലൂടെ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് എന്ന കൺസെപ്റ്റിലൂടെ ആയതുകൊണ്ട് നമ്മളിത് എത്രത്തോളം നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ ചെയ്തുകൊണ്ട് ഒരു നെറ്റ്വർക്ക്, ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ സഹായിക്കും. കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. കാരണം നമ്മുടെ മൊബൈലിൽ ഇഷ്ടംപോലെ കോണ്ടാക്റ്റ് ഉണ്ട്. അങ്ങനെയുള്ള കോണ്ടാക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള താഴ്ചയുമില്ലാതെ എല്ലാം ഉയരങ്ങളിലേക്ക് മാത്രം എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് ഒരു റിസ്ക്കുമില്ലാതെ നിങ്ങൾക്കിത് നമ്മുടെ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റും. നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ ആപ്ലിക്കേഷനാണ്, ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റാണ്, ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കേണ്ട പ്രൊഡക്റ്റാണ്. മാത്രമല്ല നമുക്കിതിലൂടെ നല്ല ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയാസൊക്കെ സഹായിക്കും. നമ്മൾ അതിലൂടെ നല്ലൊരു പാസീവ് ഇൻകത്തിന് വേണ്ടുന്ന കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കണം. ഈ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ പിന്നീട് നമ്മൾ തന്നെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട്, കാരണം ഇവിടെ ഇതൊരു ഡയറക്റ്റ് സെല്ലിംഗ് എന്ന കൺസെപ്റ്റ് ആയതുകൊണ്ട് കമ്പനി ഇതിൽ അഡ്വർടൈസ്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല, മാർക്കറ്റ് ചെയ്യാൻ വലിയ രീതിയിലൊന്നും സഹായിക്കുന്നില്ല. നമുക്ക് 95%, ഏകദേശം ഒരു 85% നമ്മളിലേക്ക് കമ്പനി നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യേണ്ടത് കൊണ്ട് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അതാണ് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കൺസെപ്റ്റിൽ ലഭിക്കുന്ന നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ്നെസ് അതാണ്. കാരണം നമ്മളിലേക്ക് കമ്പനിക്ക് ലാഭം തരാൻ സാധിക്കും. കാരണം അവർക്ക് വലിയ ചെലവുകളൊന്നും വരുന്നില്ല. നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ വെച്ച് 1 രൂപ പോലും സാലറി കൊടുക്കാതെ അവർക്ക് ഇത് മാർക്കറ്റിൽ എത്താൻ സഹായിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുള്ള ബെനിഫിറ്റ്, നമ്മൾ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് തരും. അതാണ് മെയിൻ. അതാണ് ഡയറക്റ്റ് സെല്ലിങ്ങിൽ MLM കണ്ടുവരുന്നത്.
എന്നാൽ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് പൃഥ്വിരാജും മോഹൻലാലും മമ്മൂട്ടിയും ഐശ്വര്യ റായും ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാം, നല്ല രീതിയിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്ത് നല്ല രീതിയിൽ ഒരു ടീം വളർത്തിയെടുക്കാം. അങ്ങനെ നമുക്ക് നല്ലൊരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് 3 തരം പ്രൊജക്റ്റാണുള്ളത്. ഒന്ന്, നമുക്ക് യൂട്ടിലിറ്റി സർവീസ്, അതായത് മൊബൈൽ റീചാർജ് ചെയ്തുകൊണ്ടും DTHും വരും ദിവസങ്ങളിൽ നമുക്ക് ബിൽ പേയ്മെൻറ്റ്, നമ്മുടെ നിത്യജീവിതത്തിലുള്ള കറണ്ട്, മറ്റുള്ള ഇലക്ട്രിസിറ്റി ഒന്ന് തന്നെ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ജീവിതത്തിൽ ആവശ്യമായ ബസ് ബുക്കിംഗ്, ട്രെയിൻ ബുക്കിംഗ്, എന്താണ് നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലോൺ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെ നമുക്ക് മാസങ്ങൾ റെൻ്റ് അടക്കേണ്ടത് അല്ലെ EMI അടക്കേണ്ടവരുണ്ടാവും. അതൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഡിജിറ്റലായിട്ട് ഓൺലൈനായിട്ട് ചെയ്യാനുള്ള അവസരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു ബെനിഫിറ്റ്, പല തുള്ളി പെരുവെള്ളം പോലെ ചെറിയ ചെറിയ ശതമാനം ലാഭം ഫ്രീ ആയിട്ട് കടന്നു വന്നാലും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് പല തുള്ളി പെരുവെള്ളം എന്ന കണക്ക് തന്നെയാണ്. ഇവിടെയാണ് നെറ്റ്വർക്കിൻ്റെ സാധ്യത. കാരണം 1 2 ആളിലല്ല, ഒരു 2ന്റെ ഡ്യൂപ്ലിക്കേഷൻ മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ട് 4 8 16 രീതിയിൽ നമ്മൾ കൊണ്ടുപോകണം. ഇതാണ് ഇവിടെ നെറ്റ്വർക്കിൽ നമ്മൾ ചെയ്യേണ്ട സ്മാർട്ട് വർക്ക്. ഇങ്ങനെ ചെയ്ത് നമ്മൾ വലിയൊരു കമ്മ്യൂണിറ്റീൻ്റെ ഒരു അവകാശിയായി മാറിക്കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന എല്ലാ പ്രോസസ്സും, റീചാർജ് ആയിക്കോട്ടെ, ബിൽ പേയ്മെൻ്റ് ആയിക്കോട്ടെ, ലോൺ പ്രോസസ്സ് ആയിക്കോട്ടെ, എന്ത് ചെയ്യുമ്പോഴും നമുക്ക് വരുമാനം. ഇതൊരു ശരിക്കൊരു റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ പോകും. കാരണം മഴ പെയ്യുന്നു, നീരാവിയാവുന്നു, മഴ പെയ്യുന്നു, അതേപോലെ എല്ലാ മാസവും റീചാർജ് തീരും, പിന്നെയും റീചാർജ് ചെയ്യും, റീചാർജ് തീരും, റീചാർജ് ചെയ്യും, എല്ലാ മാസവും കറണ്ട് ബില്ല് അടക്കും, എല്ലാ മാസവും റെൻ്റ് അടക്കും. അതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ പ്രോസസ്സാണ്. അവിടെയാണ് നമ്മുടെ ഈ മാർക്കറ്റിൻ്റെ വലിപ്പം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആദ്യം സിമ്പിളായിട്ട് മനസ്സിലാക്കുക. പക്ഷേ ഇതിൻ്റെ ഡെപ്ത് എന്നത് സിമ്പിൾ അല്ല. വലിയൊരു കമ്മ്യൂണിറ്റി എത്തുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് അവിടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തി 100% ഉറപ്പ് തരാൻ പറ്റും. അടുത്തത് സേവ് ആപ്പ് മാർക്കറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത്, ഇതൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്, പെയ്ഡ് ആപ്ലിക്കേഷനാണ്, യൂട്ടിലിറ്റി സർവീസുകളൊക്കെ ഫ്രീ ആണ്. ഈ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ നമുക്ക് സെയിൽ ചെയ്യാം. മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കമ്മീഷൻ ലഭിക്കും. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇനി നെക്സ്റ്റ്, സേവ് കാർട്ട് എന്ന ഒരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറേ അധികം കാര്യങ്ങൾ മനസ്സിലേക്ക് വരും. ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ, അങ്ങനെ അലിബാബ, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു ഇല്ലേ? എന്നാൽ അതും ഇതും ഒരേപോലെ തന്നെ വരും. ഈ സേവ് കാർട്ടും അതേപോലെ ഉയരും, വളരും. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു, ഇനി വളർത്തും, നമ്മൾ വളർത്തും, നിങ്ങൾ വളർത്തും. അങ്ങനെ വളർന്ന് ഇവിടെയും ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ റീചാർജിലും സേവ് കാർട്ടിലും നമ്മൾക്ക് പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടും അവർക്ക് വേണ്ടുന്ന മാർക്കറ്റിൽ ആവശ്യമായ പ്രൊഡക്റ്റുകൾ അതിൽ അവൈലബിൾ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ജനങ്ങൾ അത് വാങ്ങിക്കുമ്പോഴും നമുക്കൊരു കമ്മീഷൻ. അതും ഒരു ഫ്രീ ആയിട്ട് കടന്നു വരിക്കുന്നവർക്ക് 1%, ആക്റ്റീവ് യൂസേഴ്സായിട്ട് നമ്മളെ സേവ് ആപ്പ് എന്ന പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കടന്നു വരുന്നവർക്ക് 2%, അത് ഫാമിലിക്ക് വേണ്ടി 3 പർച്ചേസ് ചെയ്ത് വരുന്നവരാണെങ്കിൽ 3%. അങ്ങനെ 3 തരത്തിൽ ഇതിൽ കടന്നു വരാം. 3 തരത്തിലും വരുമാനം ഡിഫറൻ്റ് ആണ്. 1%, 2%, 3%. എന്നാൽ ഇന്ന് ഒരു ബിസിനസ്സായി ഏറ്റെടുക്കുന്നവരൊക്കെ ഫാമിലി പാക്ക് എടുത്ത് കടന്നു വരാം. ഇനി അങ്ങനെ കടന്നു വരുമ്പോൾ ഫാമിലി പാക്ക് എടുത്ത് കടന്നു വരുമ്പോൾ ലഭിക്കുന്ന വരുമാനത്തിൻ്റെയും അതിലൂടെ ലഭിക്കുന്ന ഒരു സ്പെഷ്യൽ വരുമാനവുമുണ്ട്. ഫാമിലി പാക്ക് എടുത്താണ് കടന്നു വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം 3 വർക്കിംഗ് ID ലഭിക്കും. ഈ 3 വർക്കിംഗ് IDയിലും നമുക്ക് വരുമാനങ്ങളും ലഭിക്കും. പുറമേ നമുക്കൊരു നോൺ വർക്കിംഗ് ഇൻകം ആയിട്ട് ഒരു 3,12,000 രൂപ, 12,000, 60,000, 2,40,000, അങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ട്
സ്പീഡ് നമ്മുടെ ഫാമിലി പാക്കിൻ്റെ സ്പീഡ് പോലെ ഒറ്റ ലൈനാണത്. അങ്ങനെ 8 പേര് വരുമ്പം 12,000, അടുത്ത 8 പേരും അത് സീനിയർ ആയിട്ടുള്ളവർക്ക് തൊട്ട് തുടങ്ങും. 8 8 8 8 അങ്ങനെയാണ് ഇത് കൊടുക്കുക. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് ഇതിലേക്ക് കടന്നു വന്നവർക്ക് വേണ്ടിയുള്ള യൂട്യൂബ് വീഡിയോസും ഡയറക്റ്റ് സൂം മീറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇനി ഇവിടെ 3 വർക്കിംഗ് ഇൻകം എന്ന് പറയും. ഈ വർക്കിംഗ് ഇൻകം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് റഫറൽ കമ്മീഷനായിട്ട് 800 രൂപയാണ് പെർ ആക്ടിവേഷന്. നിങ്ങൾക്ക് 3 പ്രൊഡക്റ്റാണ് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 2,400 രൂപ. അപ്പോൾ 3 പ്രൊഡക്റ്റ് ഫാമിലി പാക്ക് എടുത്ത് കടന്നു വരികയാണെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള വർക്കിംഗ് ഇൻകം അവിടെ ജനറേറ്റ് ആവും. ഇനി ബൈനറി ഉണ്ട്, ലെവൽ ഇൻകമായിട്ട് 2 ഓർഗനൈസേഷനായിട്ട്, അതും ടീമിനെ ബിൽഡ് ചെയ്യണം. ഞാൻ പറഞ്ഞു ഇതൊരു ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. അപ്പോൾ അവിടെ ബൈനറി എന്നത് ഈ ഒരു ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ഒരു സ്പെഷ്യലൈസേഷനാണ്. അത് നമുക്കത് എവിടെയും നിങ്ങൾക്ക് ഡയറക്റ്റ് സെല്ലിൽ കാണാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ബൈനറി പ്ലാൻ. അവിടെ മാച്ചിങ് ആയിട്ട് ഒരു 400 രൂപയും കിട്ടും. അപ്പോൾ അതിന് പുറമെ അതിന് നമുക്ക് ലീഡേഴ്സിനെ നമ്മുടെ ഡൗൺലൈനിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു ക്ലബ് ബോണസും ലഭിക്കും. ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മന്ത്ലി എന്നുള്ളത് ഒരു 3 ലക്ഷം മുതൽ 4.5 ലക്ഷം വരെ നമുക്ക് വെറും ബൈനറി ലെവൽ ഇൻകം കിട്ടും. ഇനി ലെവൽ ഇൻകം സ്പെഷ്യൽ വേറെയുമുണ്ട്. ലെവൽ ഇൻകം എന്ന് പറയുന്നത് 13 ലെവലാണ്. ആക്റ്റീവ് മെമ്പേഴ്സിന് മാത്രം, അതും ഫാമിലി മെമ്പേഴ്സിനും ആക്റ്റീവ് മെമ്പേഴ്സിനും മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് 13 ലെവൽ. ആദ്യത്തെ ഫസ്റ്റ് ലെവലിൻ്റെ ഫസ്റ്റ് റഫറൽ എത്ര പേരെ നിങ്ങൾക്ക് റഫറൽ ചെയ്യുന്നു അവിടെയെല്ലാം ഫസ്റ്റ് ലെവലായിട്ട് 50 രൂപ, സെക്കൻഡ് ലെവൽ 10 രൂപ, തേർഡ് 20, ഫോർത്ത് 30, അങ്ങനെ അഗെയിൻ 10 20 30 10 20, അങ്ങനെ 13 ലെവലിൽ 13ാമത്തെ ലെവലിൽ 30 രൂപ. ഇതിൻ്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയാണ്. കാരണം കമ്മ്യൂണിറ്റി ഡ്യൂപ്ലിക്കേഷൻ അതിൻ്റെ മൾട്ടിപ്പിൾ ചെയ്തു പോയാൽ ലെവൽ ഇൻകം മാത്രം ഒരു 242 കോടി വരെ നിങ്ങൾക്ക് ലെവൽ ഇൻകം എൻജോയ് ചെയ്യാം നെറ്റ്വർക്കിൽ. ഇവിടെ നിങ്ങൾക്ക് 242 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പുരുഷായുസിൽ നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത എമൗണ്ട് ആണ്. എങ്കിൽ കൂടി നിങ്ങൾക്ക് ഒന്ന് കാര്യം അതിൻ്റെ 10% ചിന്തിക്കാം. ഇമാജിൻ ചെയ്ത് നോക്കൂ, 10% 242 കോടിയുടെ അല്ലേ. ഇനി അതിൻ്റെ 1% കിട്ടിയാലും ഞാനും നിങ്ങളും സാധാരണക്കാരാണെങ്കിൽ അവർക്ക് ധാരാളം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മൂല്യം മനസ്സിലാക്കി നമ്മൾ ഇതിലേക്ക് കടന്നു വരിക, പഠിക്കുക. ഇതൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലൂടെ ഇത്രയും വരുമാനങ്ങൾ ഉണ്ടാക്കാം. സേഫ് കാർഡിലൂടെയും ഇതുപോലെ റീചാർജ് ചെയ്തുകൊണ്ടും ഇതുപോലെ വരുമാനം ഉണ്ടാക്കാം. ഇത്രയും സിമ്പിളാണ്, നമുക്ക് ഈസിയാണ്. അപ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ആഴങ്ങളിൽ പഠിക്കുക. ഇപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മുടെ അക്കൗണ്ടിംഗ് ആണ്, സാമ്പത്തിക അച്ചടക്കം, മണി മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ. തൃശ്ശൂറാണ് ഇതിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. കമ്പനിയുടെ പേര് സെഞ്ച്വറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. ഇത് ഓൾറെഡി 27 വർഷമായിട്ട് റൺ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് റൺ ചെയ്യുന്ന ഒരു കമ്പനിയുടെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും കൃത്യമായിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.